ഇപ്പോൾ സമയം നല്ല നട്ടുച്ചയാണ് കേട്ടോ. നല്ല വിശപ്പുണ്ട്. ഞാൻ പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്ത് ഒരു ലഞ്ച് കഴിക്കാൻ വന്നതാണ്. അപ്പോൾ ഈ ഒരു റെസ്റ്റോറൻറ്റ് പണിഞ്ഞിരിക്കുന്ന ഒരു ഷേപ്പ് ഉണ്ടോ, അതായത് ഒരു ബോട്ടിൻ്റെ ആകൃതിയിലാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് പണിഞ്ഞിരിക്കുന്നത്. ഞാനിവിടെ കഴിക്കാൻ വന്നത് കടമക്കുടി സ്പെഷ്യൽ ഫിഷ് താലി മീൽസ് ആണ്. അങ്ങനെ കടമക്കുടി സ്പെഷ്യൽ ഫിഷ് താലി മീൽസ് എന്ന് നിങ്ങൾ ഇതിന് മുന്നേ കേട്ടിട്ടുണ്ടോ? ഫിഷ് താലി മീൽസ് എന്നും നോർമൽ താലി മീൽസ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ഇരിക്കുന്നത് കടമക്കുടി സ്പെഷ്യൽ പൊക്കാളി റൈസ് ആണ്. ആക്ച്വലി ഞാനിത് കൊണ്ടുവച്ചപ്പോൾ ഞെട്ടിപ്പോയി. കാരണം ഇത്രയും ചോറിന് എങ്ങനെ ഇത്രയും കറി ശരിയാവും എന്നൊക്കെ ഒരു കൺഫ്യൂഷനായിരുന്നു. മാത്രമല്ല പായസം ഉണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കൺഫ്യൂഷൻ കണ്ടിട്ട് അവർ പറഞ്ഞു ഈ ചോറ് പൊക്കാളി റൈസാണ്, അത് സ്പെഷ്യലായിട്ട് വെച്ചിരിക്കുന്നതാണ്, കൂടാതെ നമുക്ക് കഴിക്കാൻ വൈറ്റ് റൈസും ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ലൈഫിൽ ആദ്യമായിട്ട് നമ്മുടെ എറണാകുളത്തിൻ്റെ സ്പെഷ്യൽ കടമക്കുടി പൊക്കാളി റൈസ് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതിന് ഒഴിച്ചുകറിയായിട്ട് സാമ്പാറും ഉണ്ട്, അതേപോലെ തന്നെ മീൻ കറിയും ഉണ്ട്. സാമ്പാർ കാണുമ്പോൾ ഇത്തിരി വെള്ളം പോലെ ഇരിക്കുമെങ്കിലും കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് എന്ന് വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ റൈസും ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിരുന്നു, അതായത് ഒരു നാടൻ റൈസ്. അങ്ങനെ ഞാൻ റൈസ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതേ നമ്മുടെ സ്പെഷ്യൽ ഐറ്റം വന്നു. ഇത് ചെമ്പല്ലി ഫ്രൈ ആണ്. ഇത് താലി മീൽസിനകത്തുള്ളതല്ല, ഇത് ഞാൻ സെപ്പറേറ്റ് ഓർഡർ ചെയ്തതാണ് കേട്ടോ. ഒരു പ്രത്യേകത, ഞാൻ എൻ്റെ നാട്ടിൽ അതായത് കൊല്ലത്ത് ചെമ്പല്ലിന്നോ കാളാഞ്ചിന്നോ കേരയെന്നോ ഒന്നും ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. ഇതൊക്കെ എനിക്ക് തോന്നുന്നു എറണാകുളത്തിൻ്റെ സ്പെഷ്യൽ മീനുകളാണെന്നാണ് തോന്നുന്നത്. ഞാൻ ഓർഡർ ചെയ്തത് ഫിഷ് താലി മീൽസ് ആണെങ്കിലും ഫിഷ് വെറൈറ്റീസിനൊപ്പം ഇതിൽ സാമ്പാർ, അവിയൽ, തൈര്, തോരൻ, പിന്നെ ഒരു കൂട്ടുകറി, ഇതൊക്കെ ഇൻക്ലൂഡഡ് ആണ്. അപ്പം നമുക്ക് നമ്മുടെ സ്പെഷ്യൽ ചെമ്പല്ലി ഫ്രൈ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഈ സംഭവം നല്ല ചൂടാണ് കേട്ടോ. ആസ് യൂഷ്വൽ എനിക്ക് എവിടെ പോയാലും പറ്റുന്ന പോലെയാണ്. എനിക്ക് നേരെ ചൊവ്വേ ഇതിൻ്റെ ഒരു പീസ് പോലും എടുക്കാൻ പറ്റത്തില്ല ഡ്യൂട്സ്. ഞാൻ ആലോചിക്കാറുണ്ട് എങ്ങനെയാണ് ഈ ഫുഡ് വ്ളോഗേഴ്സൊക്കെ ഇതൊക്കെ ഇത്ര മനോഹരമായിട്ടെടുത്ത് അവർ കഴിക്കുന്നതെന്ന് കേട്ടോ. എനിക്ക് പറ്റത്തില്ല. കാരണം ഞാൻ കണ്ടില്ലേ, ഇതേപോലെ കുത്തിപ്പറിച്ച് നശിപ്പിച്ച് എനിക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ സംഭവം കിടുവാണ്, നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു. എൻ്റെ കൈ വീണ്ടും അങ്ങോട്ട് പോയപ്പം നിങ്ങൾക്കത് മനസ്സിലായി കാണുമല്ലോ അല്ലേ. ഇത് കണ്ടില്ലേ, ഇത് എൻ്റെ നാട്ടിൽ ഇതിന് ചൂടേന്നാണ് പറയുന്നത് കേട്ടോ. ഇവിടെയൊക്കെ എന്താ പറയുന്നത് എനിക്കറിയത്തില്ല. അതായത് നല്ല വെളുത്തിട്ട് ഒരു കുട്ടി മീനില്ലേ, അത് തന്നെ. പിന്നെ ഇത് പ്രോൺസ് മസാലയാണ്. ഇത് നല്ല നാടൻ രീതിയിൽ തേങ്ങ കൊത്തൊക്കെ ഇട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിനും അത്യാവശ്യം നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ നമ്മൾ എവിടെ ചെന്നാലും ഓണത്തിനിടയ്ക്ക് പുട്ടുകച്ചവടം എന്ന് പറയുന്നത് പോലെ ആർക്കും വേണ്ടാത്തൊരു സാധനം അതിൻ്റെ കൂട്ടത്തിലുണ്ടാവും. ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം ഇതാണ്. ഇത് എന്താ സംഭവം എന്ന് എനിക്ക് ആക്ച്വലി മനസ്സിലായില്ല. കടലയാണോ കൂട്ടുകറിയാണോ ഒന്നും എനിക്ക് പിടിയിട്ടില്ല. എനിക്ക് ആ സാധനം ഇഷ്ടപ്പെട്ടതുമില്ല. പിന്നെ ഏറ്റവും നല്ല ഒരു മീൻകറിയായിരുന്നു കേട്ടോ. നെയ്മീൻ, അതായത് തേങ്ങാപ്പാലൊക്കെ ചേർത്ത് ഉണ്ടാക്കിയിരിക്കുന്ന നല്ല സ്വാദുള്ളൊരു മീൻകറിയായിരുന്നു. ആക്ച്വലി ആ ഒരു ഒറ്റ കറി മാത്രം മതിയായിരുന്നു ഈ ചോറ് ഫുള്ളായിട്ട് കഴിച്ചു തീർക്കാം കേട്ടോ. വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ലായിരുന്നു. ആക്ച്വലി ഡൂട്ട്സ്, നിങ്ങൾക്കൊരു കാര്യം അറിയോ, ഇങ്ങനെ നല്ല ചോറും കറികളൊക്കെ നമ്മുടെ മുന്നിൽ വന്നിരിക്കുമ്പോൾ ഇങ്ങനെ ക്യാമറ നോക്കി ആക്ഷനും കട്ടുമൊക്കെ പറഞ്ഞ് അഭിനയിക്കാൻ എന്തൊരു കഷ്ടപ്പാടാണെന്നറിയോ. പിന്നെ നമ്മുടെ ചെമ്പല്ലി ഏകദേശം ഈ ഒരു അവസ്ഥയിലായിട്ടുണ്ട്. ചോറിൻ്റെ ലാസ്റ്റ് പോർഷൻ ഒബ്വിയസ്ലി തൈര് കൂട്ടിയാണല്ലോ കഴിക്കണ്ടേ. അതൊന്ന് തട്ടിയപ്പോഴത്തേന് കട്ട തൈരായതുകൊണ്ട് മൊത്തം കൂടി ഇങ്ങനെ വീണം കേട്ടോ. അങ്ങനെ ഞാൻ ആദ്യത്തെ ഒരു പോർഷൻ എടുത്ത് കഴിച്ചപ്പോഴാണ് മനസ്സിലായത് സംഭവം ഉപ്പില്ല. അപ്പം ഞാൻ ഉപ്പ് അന്വേഷിക്കുകയാണ്. അങ്ങനെ ഉപ്പിൻ്റെ ഡെപ്പി വന്നു. ഈ സാധനം തട്ടിയിട്ടും കൊട്ടിയിട്ടും ഒന്നും വീഴുന്നില്ല ഡ്യൂട്ട്സ്. ഇത് ഒരു റെസ്റ്റോറൻറ്റിലല്ല, മിക്കവാറും എല്ലാ റെസ്റ്റോറൻറ്റിലും നമുക്ക് പണി കിട്ടുന്നൊരു സംഭവമാണ് കേട്ടോ. അവസാനം ഞാൻ കുറേ ട്രൈ ചെയ്തിട്ട് ഞാൻ എന്ത് ചോദിച്ചെന്ന് അറിയാം, ഇത് ഇവിടെ തന്നെ ഇരിക്കട്ടെ, നമുക്ക് പട്ടിയെ എറിയാന്ന് വിചാരിച്ചു. അല്ലെങ്കിലും പണ്ട് ആരോ പറഞ്ഞിട്ടുണ്ട് തൈരും മോര് കഴിക്കുമ്പോൾ ഒരിക്കലും ഉപ്പ് ആഡ് ചെയ്യരുതെന്ന് കേട്ടോ. കാരണം അതാണ് അത്ര ഹെൽത്തി. അപ്പം കുറച്ച് ഹെൽത്തി ആയിക്കോട്ടെ എന്ന് ചോദിച്ചിട്ട് ഞാൻ ഇങ്ങനെ കഴിച്ചു. എന്തായാലും സംഭവം കൊള്ളായിരുന്നു, നല്ല ടേസ്റ്റി ആയിരുന്നു. അപ്പം നമുക്കിനി പായസം കഴിക്കാം. പായസം എന്ന് പറയുന്നത് ഇത് പാലട പായസമാണ് കേട്ടോ. പാലട പ്രഥമനാണ്. ഈ ഒരു കുഞ്ഞ് കിണ്ണത്തിനകത്ത് നിന്നപ്പോൾ ഞാൻ ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ടെന്ന് വിചാരിച്ചില്ല. മാത്രമല്ല ഇത് നല്ല ആവശ്യത്തിന് പാലൊക്കെ ചേർത്ത് നല്ല കൊഴുപ്പ് കൂടുതലായിട്ടുള്ള പാലട പ്രഥമനാണ്. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് എന്ന് വെച്ചാൽ നല്ല ടേസ്റ്റ്. നമ്മൾ കല്യാണ സദ്യക്കൊക്കെ സ്പെഷ്യലായിട്ട് പാലട പ്രഥമൻ ഉണ്ടാക്കത്തില്ലേ, എനിക്ക് അതേപോലെയാണ് കഴിച്ചപ്പോൾ ഫീൽ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഒരു തുള്ളി പോലും വേസ്റ്റ് ആക്കാണ്ട് ഞാൻ ഫുള്ള് കഴിച്ചു. അത് നമ്മൾ കല്യാണ സദ്യക്കൊക്കെ കഴിക്കുന്നത് പോലെ നാരങ്ങ കൂട്ടി. ഞാൻ കഴിച്ച ഇല കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഞാൻ ഈ ഒരു പായസം എന്തുമാത്രം ആസ്വദിച്ചാണ് കഴിച്ചതെന്ന്. പിന്നെ ഈ കറി കൊണ്ടുവന്ന കിണ്ണങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിനകത്ത് ഏതൊക്കെ കറികൾ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഏതൊക്കെ കറികൾ ഇഷ്ടപ്പെടാതെ ഉണ്ട് എന്നുള്ള കാര്യമല്ലേ. പിന്നെ നമ്മുടെ ചെമ്പല്ലി ഫ്രൈ ഉണ്ടല്ലോ, സംഭവം നല്ല കളറായിരുന്നു, സൂപ്പറായിരുന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ ഞാനിപ്പോൾ ഒരു സങ്കടത്തിലാണ് ഡ്യൂട്ട്സ്. കാരണം ഇവനെ ഞാനിവിടെ ഉപേക്ഷിക്കേണ്ടി വരും. എങ്ങനെ ഇവിടെ നിന്ന് ഇത് കഴിക്കും? ഇതാണെങ്കിൽ പാക്ക് ചെയ്ത് വീട്ടിൽ കൊണ്ടുപോകാൻ പറയാനും പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഞാനൊരു വൈക്ലഭ്യത്തിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. വേറെ വഴിയില്ല ഡ്യൂട്ട്സ്.
അപ്പോൾ ഊണൊക്കെ കഴിഞ്ഞില്ലേ, വയറൊക്കെ നിറഞ്ഞില്ലേ, എന്നാൽ നമുക്ക് ഈ പ്രകൃതി ഭംഗി ഒന്ന് ആസ്വദിച്ചാലോ. ഇത് നല്ല മനോഹരമായൊരു കായൽ, അതിൽ അതിമനോഹരമായിട്ട് തലങ്ങും വിലങ്ങും ചീനവലകളാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നിട്ട് ഈ ചീനവലകൾ കണ്ട് ഇങ്ങനെ കാഴ്ച കാണാൻ നല്ല രസമാണ്. ഇപ്പോഴത്തെ ഈ ഒരു മഴ വൈബിൽ വലിയ ചൂടും വെയിലും ഒന്നും ഇല്ലാണ്ട് നല്ല രസമാണ് കേട്ടോ. അങ്ങനെ ഞാൻ ദേ ഇവിടെ കുറേ സമയം ഇങ്ങനെ നോക്കി നിന്നു. ഇവിടെ തൊട്ടടുത്താണ് പിഴലയും അതേപോലെ കടമക്കുടിയും. നിങ്ങൾക്കറിയാലോ, പിഴലയും കടമക്കുടിയും എറണാകുളത്തിൻ്റെ വളരെ മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളാണ്, പ്രകൃതി രമണീയമായ സ്ഥലങ്ങളാണ്. അങ്ങനെ നമ്മുടെ കടമക്കുടിയോടുള്ളൊരു റെസ്പെക്റ്റാണ് ഇവിടുത്തെ കടമക്കുടി സ്പെഷ്യൽ ഫിഷ് താലി മീൽസ്. അങ്ങനെ ഞാൻ കായൽ കാഴ്ചകൾ കണ്ടുകൊണ്ട് നിൽക്കുമ്പോഴാണ് ദേ വരുന്നു ഒരു ട്രഡീഷണൽ ബോട്ട്, ഒരു ശിക്കാര ബോട്ട് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ ഈ റെസ്റ്റോറൻറ്റ് തൊട്ടടുത്താണ് നിഹാര റിസോർട്ട്. ആ റിസോർട്ടിലെ ഗസ്റ്റിനെയൊക്കെ കായൽ കാഴ്ചകൾ കാണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകാൻ വന്ന ബോട്ടാണിത്. ഞാൻ ഫുഡ് കഴിക്കാൻ വന്ന ഈ ഒരു റെസ്റ്റോറൻറ്റ് നിഹാര റിസോർട്ടിൻ്റെ പാട്ട് തന്നെയാണ് കേട്ടോ. പക്ഷേ ആ ഒരു റിസോർട്ടിൻ്റെ പ്രമിസസിലല്ലെന്ന് മാത്രം. റെസ്റ്റോറൻറ്റ് ഉള്ളത് കായലിനോട് ചേർന്നാണ്. നീ അങ്ങ് ദൂരെ പോകുന്നത് കൊച്ചിക്കാരുടെ സ്വന്തം വാട്ടർ മെട്രോ ആണ് കേട്ടോ. അതായത് ഇവിടെ തൊട്ടടുത്ത് തന്നെ പുതിയൊരു വാട്ടർ മെട്രോ സ്റ്റേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവിടുന്ന് പോകുന്ന വാട്ടർ മെട്രോ ആണത്. അപ്പോൾ നമ്മളിന്ന് കഴിച്ച ഫുഡിൻ്റെ ബില്ല് ഇതാണ്. എത്രയാണ് എമൗണ്ട്, കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ട് മനസ്സിലാക്കിക്കോ. അപ്പോൾ നമ്മുടെ ഈ ഒരു റെസ്റ്റോറൻറ്റ് ഉള്ളത് കടമക്കുടിയിലാണ്. നിഹാര റിസോർട്ടിന് ജസ്റ്റ് ഓപ്പോസിറ്റാണ് റിവർ സൈഡ് ഗ്രില്ല്.